നല്ല രീതിയിൽ ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കുവാനും നാടിനും സമൂഹത്തിനും മാതൃകാപരമായി കൊണ്ട് മുന്നോട്ട് പോകുവാനും കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാനും ട്രോഫി വിതരണം ചെയ്യുവാനും നമ്മുടെ കായിക താരങ്ങളെ റണ്ണേഴ്സിനെയും ഒക്കെ എല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖ്യ അതിഥി പ്രിയപ്പെട്ട വിദ്യാനഗർ സി ബാബു പെരിങ്ങോത്ത് സാറിന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രവൃത്തികൾക്കിടയിലാണ് നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗം അതിനുശേഷം നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തെ ആദ്യമായി നമ്മൾ ട്രോഫി വിതരണം ചെയ്യുന്നത് ആ ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബാബു പെരിങ്ങോത്ത് സി അവരുടെ ബഹുമാന പുരസ്കാരം ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ ഈ 2 ദിവസങ്ങളിലായി കൊണ്ട് നടന്ന മത്സരത്തിൽ നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ട് വിന്നേഴ്സായി ചാമ്പ്യന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യങ് ലയേഴ്സ് ജമ്മു ടീമാണ്. അവരെ ഈ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മതി പെങ്ങനെ കൊണ്ടുവന്നില്ലായിരിക്കും. അടുത്തായി നിങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ബാബു പെരിങ്ങോത്ത് സി അവരുടെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്ന ശ്രീമാൻ വിദ്യ ഹനീഫ, പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീമാൻ അബ്ദുള്ള കുഞ്ഞ് ചെർക്കള, പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ചങ്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സാഹിന സലിം, വേദിയിലുള്ള അഷ്റഫ് നായന്മാർമുല അച്ചു, ഹാഷിം ചെർക്കള, ബഷീർ ചെർക്കള, ഷെരീഫ് ചെർക്കള, ഖാലിസീഖ്, ആമോദ് ബൈ, സലീം, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഗ്രീൻ സ്റ്റാർ ചെർക്കള ക്ലബിന്റെ ഈ CPL വിജയികളായിട്ടുള്ള യങ് ലയൺസ് ചെർക്കള, ഈ കളിയിൽ ഇന്ന് പരാജയപ്പെട്ടെങ്കിലും നാളെ വിജയിക്കാവുന്ന മിറാക്കിൾ ചെർക്കള, അതുപോലെ തന്നെ ക്ലബ്ബ് ഭാരവാഹികളെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ പ്രീമിയർ ലീഗിന്റെ കാലമാണ്. ക്രിക്കറ്റ് ആയാലും ശരി, ഫുട്ബോൾ ആയാലും ശരി, കബഡി ആയാലും ശരി, ഇത് പ്രീമിയർ ലീഗിന്റെ കാലഘട്ടമാണ്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി പ്രീമിയർ ലീഗിന് പെർമിഷൻ കൊടുത്ത് നിരവധി കളികൾ നടന്നു കഴിഞ്ഞു. ആ നിരവധി കളികളിലും ഒരുപാട് കളികളിൽ രാത്രിയിൽ അല്ലെങ്കിൽ കളിക്കടയിൽ പോലീസിന് ഇടപെടേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോലീസ് ഇടപെട്ട് സമാധാനം ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ചെർക്കള പ്രീമിയർ ലീഗ് ഗ്രീൻ സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചെർക്കള പ്രീമിയർ ലീഗിന്റെ ആ ഭാഗത്തേക്ക് പോലീസ് ഒരിക്കലും വരാൻ ഇടയുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിന് ഗ്രീൻ സ്റ്റാർ ക്ലബിന്റെ പ്രവർത്തകരെ ഏവരെയും പോലീസിന്റേതായിട്ടുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, മത്സരങ്ങളെല്ലാം തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള തലവേദനയും ഈ ക്ലബിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല, ഈ കളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത്തരം ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് ആൾക്കാർക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാർ തന്നെയാണ്. ഈ കളി മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളത്. നിരവധി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് അത് നടപ്പിലാക്കും എന്നതിനാണ് എന്റെ വിശ്വാസം. മാത്രമല്ല, നമുക്കറിയാം നാട്ടിലെ ഇന്ന് ആവശ്യം ചെറുപ്പക്കാരാണ്. ധാരാളം ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. ആ ചെറുപ്പക്കാരെല്ലാവരും ചേർന്ന് ഈ ഒരു കൂട്ടായ്മ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് ഈ നാട്ടിൽ ഇന്നത്തെ ഇന്ന് ഈ നാട് നേരിടുന്ന ഭീഷണിക്കെതിരെ നിങ്ങൾ എല്ലാവരും ചേർന്ന് നല്ല ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. ഈ ഒരു കൂട്ടായ്മ തുടർന്നും നിങ്ങൾക്ക് കാണണം. അതിന് പോലീസിന്റേതായ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. ക്ലബിന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട്
ടീമുകൾ പങ്കെടുത്തു. ഒരു ടീം ജയിച്ചു, ബാക്കിയുള്ള ടീമിൽ 2ാം സ്ഥാനം 3ാം സ്ഥാനം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞു. അതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മത്സരം കഴിഞ്ഞ് നാളെ ജയിക്കാനുള്ള ടീമുകളാണ് നിങ്ങൾ എല്ലാവരും. ഇത് ഈ കളിയിൽ മാത്രമല്ല, ജീവിതത്തിലും നിങ്ങൾ ജയിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാഴ്ചവെക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ള എല്ലാത്തരം തിന്മകളെയും ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി ഗ്രീൻ സ്റ്റാറിന്റെ പ്രവർത്തകർ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.